മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് മുഖവുര ആവശ്യമില്ലാത്ത നടിയാണ് റബേക്ക സന്തോഷ്. ഏഷ്യനെറ്റിലെ സീരിയലിലൂടെ ബാലതാരമായെത്തി ഇപ്പോൾ ഏഷ്യനെറ്റിലെ തന്നെ ജനപ്രിയ സീരിയലുകളിൽ ഒന്നായ ചെമ്പനീർ പൂവിലെ രേവതിയായി പ്രേക്ഷകരുടെ സ്നേഹമത്രയും ഏറ്റുവാങ്ങുകയാണ് റബേക്ക. ചെമ്പനീർ പൂവിൽ പകരക്കാരിയായാണ് എത്തിയതെങ്കിലും അധികം വൈകാതെ റബേക്കയെ പ്രേക്ഷകർ ഇരുകയും നേടി സ്വീകരിക്കുകയായിരുന്നു. ഒരു അവതാരക എന്ന നിലയിലും താരം ഇതിനകം തന്നെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. എന്നാൽ സീരിയലുകളിൽ നിന്നും ലഭിക്കുന്ന സ്വീകാര്യത ഒന്ന് വേറെ തന്നെയാണ് എന്ന് പറയുകയാണ് റബേക്ക. സീരിയലുകളിൽ നിന്നും തന്നെയാണ് പ്രേക്ഷക സ്വീകാര്യത കൂടുതലും ലഭിക്കുന്നത്. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. റിയാലിറ്റി ഷോ കണ്ടിരുന്നവരിൽ കൂടുതലും ചെറുപ്പക്കാരായിരുന്നു. എന്നാൽ സീരിയൽ പ്രേക്ഷകരിൽ കൂടുതലും കുറച്ചുകൂടി പ്രായമുള്ളവരാണ്. റബേക്ക സന്തോഷ് എന്ന വ്യക്തിക്ക് കൂടുതൽ ഓപ്പൺ ആകാൻ പറ്റുന്നത് ആങ്കറിംഗ് ചെയ്യുമ്പോഴാണ്. റബേക്ക ഏഷ്യനെറ്റ് ഓൺലൈനിലൂടെ പറഞ്ഞു. ചെമ്പനീർ പൂവിന്റെ ലൊക്കേഷനിൽ എത്തിയപ്പോൾ പുതിയൊരു വീട്ടിലേക്ക് കല്യാണം കഴിച്ചു വരുന്നത് പോലെ ആയിരുന്നു തനിക്ക് തോന്നിയതെന്നും റബേക്ക പറഞ്ഞു. പുതിയൊരു ഷെഡ്യൂൾ തുടങ്ങിയപ്പോഴാണ് ഞാൻ എത്തിയത്. ആ ലൊക്കേഷൻ പ്രൊഡക്ഷൻ കമ്പനിയും എനിക്ക് പുതിയതായിരുന്നു. അതുവരെ ഒരേ പ്രൊഡക്ഷൻ കമ്പനിക്കൊപ്പമാണ് ജോലി ചെയ്തിരുന്നത്. ഞാൻ വരുന്ന കാര്യം മറ്റ് അഭിനേതാക്കൾക്കും അറിയില്ലായിരുന്നു. അതിനു മുമ്പ് 1 വർഷത്തോളം അവർ തമ്മിൽ പരിചയമുണ്ട്. ആ ഒരു ബോണ്ടും അവർ തമ്മിൽ ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിലൂടെ കണ്ട് പരിചയമുണ്ട് എന്നല്ലാതെ അവരുമായി എനിക്ക് നേരിട്ട് പരിചയം ഒന്നുമില്ലായിരുന്നു. പക്ഷേ ഞാൻ വേഗം എല്ലാവരുമായി കമ്പനിയാകുന്ന ടൈപ്പാണ്. അങ്ങനെ പതിയെ എല്ലാവരുമായി അടുപ്പമായി. ലൊക്കേഷനിൽ എത്തിയപ്പോൾ ആദ്യം ടെക്നീഷ്യന്മാരുമായിട്ടാണ് കമ്പനിയായത്. പിന്നെ അഞ്ജലിയുമായി അടുപ്പമായി. അഞ്ജലിയും ഞാനും ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. അങ്ങനെ സംസാരിച്ചാണ് അവളുമായി അടുത്തത്. ഇപ്പോൾ എല്ലാവരും നല്ല കൂട്ടാണ്, റബേക്ക പറഞ്ഞു. എല്ലാവരെയും പോലെ തന്നെ തനിക്കും സിനിമാ മോഹങ്ങളുണ്ടെന്ന് റബേക്ക പറയുന്നു. ബിഹൈൻഡ് ദ ക്യാമറയാണ് എനിക്ക് കൂടുതൽ താല്പര്യം.